നീ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടും, മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടും. നിനക്ക് ചില സമയത്ത് തോന്നും, എന്തിനാ ഇത്രയും ഞാൻ സ്നേഹിച്ചത്, എന്തിനാ ഇത്രയും ഞാൻ നന്മ ചെയ്തത്, ഞാൻ ഈ ചെയ്തതെല്ലാം മണ്ടത്തരമായോ എന്ന് തോന്നും. ചില സമയത്ത് തോന്നും എൻ്റെ ഒരു ആയുസ് ഞാൻ വെറുതെ ആക്കിയോ, ഇയാൾക്ക് വേണ്ടി ഞാൻ ജീവിച്ച്, ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ച്, എൻ്റെ ഒരു ആയുസ് മുഴുവൻ ഞാൻ വെറുതെ ആക്കിയോ എന്ന് നിനക്ക് തോന്നും. സ്നേഹിച്ചത് മണ്ടത്തരമായോ എന്ന് തോന്നും. എന്നാൽ നീ ഓർക്കണം, ആ തോന്നലിനപ്പുറത്തേക്കൊരു യാഥാർത്ഥ്യമുണ്ട്. എന്തെന്നറിയോ? അങ്ങനെ നീ കടന്നു പോകുന്നത് കൊണ്ടാണ് നീ മറ്റൊരു ക്രിസ്തുവായി മാറുന്നത്. കയ്യടിയും ആരവങ്ങളും സ്തുതിയും പുകഴ്ചയും കിട്ടുന്നതിലല്ല, മറിച്ച് നീ ഞെരുങ്ങുമ്പോൾ, അവഗണിക്കപ്പെടുമ്പോൾ, ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടി വരുമ്പോൾ നീ ഓർത്തുകൊള്ളണം, ഇതുപോലെ നിനക്ക് മുമ്പേ ഒരുവൻ കടന്നു പോയിട്ടുണ്ട്. ആര്? ഈശോ കുരിശേ കയറിയത്, നിന്ദിക്കപ്പെട്ടത്, അവമാനിക്കപ്പെട്ടത്, മറ്റുള്ളവരുടെ ചവിട്ടും തുപ്പും ഏൽക്കേണ്ടി വന്നത് തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ടാണ്. നിനക്ക് അതുപോലെ യേശുവാകാനുള്ളൊരു വിളിയാണ്. ഏത്? കുടുംബത്തില്, ജീവിത വഴികളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് നീ കേൾക്കുന്ന നിന്ദനങ്ങളും അപമാനങ്ങളും, അത് കേൾക്കുമ്പോൾ അതിനെ ഹൃദയത്തോടെ സ്വീകരിക്കാനുള്ള ഒരു വിളി. ഇതിനെയാണ് പരിഹാരം ചെയ്യുക പറയണത്. നിന്റെ വീട്ടില് ഇപ്പൊ 5 മക്കളുള്ള കുടുംബം എന്ന് വിചാരിച്ചോ, ഭാര്യയും ഭർത്താവ് 5 മക്കളും. ശ്രദ്ധിച്ചോ, ഈ 5 മക്കൾക്കും ഇതേ വിളി കിട്ടണമെന്ന് നിർബന്ധമില്ല, ഭാര്യയ്ക്കും ഭർത്താവിന് ഇത് കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇത് കിട്ടുന്ന വ്യക്തി അത് തിരിച്ചറിയുമ്പോൾ, നീ നിന്നിലൂടെ നിന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ഒരു വീട് നിലനിൽക്കണമെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ ഉരുകാൻ, ആരെങ്കിലും ഇതുപോലെ പാപപരിഹാരം ചെയ്യാൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ ആ വീട് നിലനിൽക്കുകയുള്ളൂ.